قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണികനും ദയാലുവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു അനുഗ്രഹീതമായ ഒരു മജ്‌ലിസിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു ഇപ്രകാരം നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ കരുണയുടെ പേരിൽ വിശിഷ്യ ഈ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും അവസാനം ഈ നശ്വരവും നൈമിഷ്യവുമായ ഭൗതിക ജീവിതത്തോട് വിട പറയുന്ന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ചൊല്ലി പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും നൽകുമാറാകട്ടെ. ഈമാനില്ലാതെയുള്ള മരണങ്ങളിൽ നിന്ന് പടച്ച റബ്ബുനാൻ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ചെന്നണഞ്ഞ സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നാം ഏവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഈ റമദാൻ മാസത്തിൽ നിർഭയത്തോടെ കൂടി ശാന്തിയായി സമാധാനത്തോടു കൂടി ഈ വെള്ളിയാഴ്ച ദിവസം നമുക്കിവിടെ ഒരുമിച്ച് കൂടി ജുമാ നമസ്കരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മളെ വിറങ്ങലിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയതിന്റെ പേരിൽ
യഹൂദ നസ്രാക്കൾ വെടിവെച്ചും അതുപോലെ തന്നെ ബോംബ് വർഷങ്ങൾ കൊണ്ടൊക്കെ കൊന്നൊടുക്കപ്പെടുന്ന നമ്മുടെ ഫലസ്തീനിലെ മുസ്ലിം സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നിർഭയത്വം നൽകുമാറാകട്ടെ. രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ യാതനകൾ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന നിമിഷത്തിൽ അല്ലാഹു നമുക്ക് ശാന്തിയോടെ സമാധാനത്തോടെ ഇവിടെ അല്ലാഹുവിനെ ആരാധിക്കുവാനും സ്മരിക്കുവാനും നമുക്ക് നൽകിയ അവസരം വളരെ നിഅമത്താണ് സഹോദരൻ. അനുഗ്രഹീതമായ വിശുദ്ധമായ റമദാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തി അവ്വലുഹു റഹ്മ. റമദാനിന്റെ ആരംഭം എന്നത് അത് അല്ലാഹുവിൽ നിന്നും വാനലോകത്തു നിന്നും ഭൂമിയിലേക്ക് അല്ലാഹു കരുണ വർഷിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ്. അവ്വലുഹു റഹ്മ. വിശുദ്ധ റമദാനിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഭൂമിയിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ജന്തുജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അപാരമായ അളവറ്റ കരുണ വർഷിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ്. അടുത്ത ഒരു വർഷത്തേക്കുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് വേണ്ടുന്ന സർവ സചേതന അചേതന വസ്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ വർഷിപ്പിക്കുന്നു എന്നാണ്. ഔസതുഹു മഗ്ഫിറ. പരിശുദ്ധമായ റമദാനിന്റെ മധ്യഭാഗം എന്നത് 11 മുതൽ 20 വരെയുള്ള ദിനരാത്രങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനരാത്രങ്ങളാണ്. ഇന്നത്തെ അസ്തമയത്തോടുകൂടി അല്ലാഹു വാഗ്ദാനം ചെയ്ത മനുഷ്യർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത ആ ദിനരാത്രത്തിന്റെ അവസാന നിമിഷത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ എല്ലാം പാപങ്ങൾ പുറത്തു തന്ന നിലയിൽ പൊറുക്കപ്പെട്ടവരായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ ബഹുമാനികളെ, നാം അത്യാവേശത്തോടുകൂടി അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ നാം പ്രാർത്ഥന നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 ബാധ്യതകളാണ്. ഒന്ന് സൃഷ്ടാവായ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ, 2 അവന്റെ സൃഷ്ടികളായ മനുഷ്യ സമൂഹത്തോടുള്ള ബാധ്യതകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ ആദ്യം സൃഷ്ടികളോട് നാം ചെയ്ത പാപങ്ങൾ അവരോട് പൊരുത്തപ്പെടിക്കണം എന്നുള്ളതാണ്. അയൽക്കാരനെയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും സമൂഹത്തെയൊക്കെ ദ്രോഹിച്ചിട്ട് എല്ലാ രീതിയിലും സമൂഹത്തിലെ ബന്ധുമിത്രാദികളെയും കുടുംബ ബന്ധങ്ങളെയൊക്കെ മുറിച്ചിട്ട് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, അയൽക്കാരനെ ദ്രോഹിക്കുകയും അയൽക്കാരന്റെ അതിര് തോണ്ടുകയും അവനോടുള്ള ബാധ്യതകളിൽ ഒന്നും വീഴ്ച വരുത്തിയിട്ട് പള്ളിയുടെ അകത്ത് വന്നിരുന്നിട്ട് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അപ്പോൾ അല്ലാഹു നൽകിയ ഈ മഗ്ഫിറത്തിന്റെ ഈ ദിനരാത്രങ്ങളിൽ നാം സൃഷ്ടികളോട് ഏതെങ്കിലും രീതിയിലുള്ള പാപങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ചെയ്തികളോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആദ്യം നാം അവരോട് പൊരുത്തപ്പെടിക്കണമെന്നുള്ളതാണ്. സൃഷ്ടികളോട് നാം ചെയ്ത തെറ്റുകുറ്റങ്ങൾ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും അതിനോടൊപ്പം തന്നെ അല്ലാഹുവിനോട് അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന് പറയുമ്പോൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് ഹദീസിന്റെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റമദാനിന്റെ അവസാനം എന്ന് പറയുന്നത് നരകമോചനമാണ്. സഹോദരങ്ങളെ, കത്തിജ്വലിക്കുന്ന
മരണാനന്തരം പുലരാനിരിക്കുന്ന കത്തിജ്വലിക്കുന്ന ആ നരകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. അതിന് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു കച്ചി തുരുമ്പെങ്കിലും പിടിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ നമ്മളിൽ എന്ത് അമലുണ്ട് എന്ന് ഓരോരുത്തരും പരിചിന്തനം ചെയ്യേണ്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ ഇസ്രായീലിലെ ഒരു സംഭവം പറയുകയുണ്ടായി. സമൂഹത്തിൽ മോശമായി ജീവിച്ചിരുന്ന ഒരു അഭിസാരികയുടെ, ഒരു വ്യഭിചാരിണിയുടെ ഒരു കഥ പറയുകയുണ്ടായി. സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ജീവിതകാലം മുഴുവൻ വ്യഭിചാര വൃത്തിയിലൂടെ ജീവിച്ചു പോയിരുന്ന ആ സ്ത്രീ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദാഹിച്ച് പരവശയായ ഒരു നായ അതിന്റെ നാവൊക്കെ പുറത്തിട്ടിട്ട് ഇങ്ങനെ പരവശയായ ആ നായ ഒരു കിണറ്റിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതായി ഈ അഭിസാരികയുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. അവർ പെട്ടെന്ന് തന്നെ അവരുടെ കാലിൽ കിടന്ന ഷൂ ഊരി അവരുടെ ശരീരത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു ഷാൾ അതിൽ കെട്ടി ആ കിണറ്റിലേക്ക് ഇറക്കി ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി ആ നായുടെ വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയുകയാണ്, ആ ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ആ അഭിസാരികയായ ആ സ്ത്രീയുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയും ഹിയ അഹ്ലുൽ ജന്ന, നാളെ മരണാനന്തരം പാരത്രിക ജീവിതത്തിൽ ആ അഭിസാരികയായ സ്ത്രീ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എത്ര വിശാലമാണ് സഹോദരൻ, എത്ര സിമ്പിളാണ്. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ഒരുപാട് സകാത്തുകൾ കൊടുത്ത് സദഖ കൊടുത്ത് ഇപ്പൊ സ്വർഗം വാങ്ങിക്കാമെന്ന് നാം ആരും വ്യാമോഹിക്കേണ്ട. അള്ളാഹു ചോദിക്കുന്നു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്, വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ ഒരു കാരക്ക കീറെങ്കിലും നൽകിക്കൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടണം. അഥവാ ചെറിയ സ്വതക്കകൾ കാരണം വരെ ചിലപ്പോ സ്വർഗം കിട്ടാൻ കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബഹുമാനികളെ, പരിശുദ്ധമായ റമദാൻ ഇനി നമ്മളിൽ ശേഷിച്ചാൽ 10-11 ദിവസം നമുക്ക് ലഭിക്കും. ഈ 10 ദിവസങ്ങളിനുള്ളിൽ റമദാൻ നമ്മളിൽ നിന്നും വിട പറയുകയാണ്. മരണാനന്തരം അടുത്ത 2026 നാം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം ഇവിടെ വരുമോ, ഈ ജുമയ്ക്ക് സംബന്ധിക്കുമോ എന്ന് നാം ഓരോരുത്തരും കുറ്റാലോചിക്കേണ്ട നിമിഷമാണ്. 24 ജീവിച്ചിരുന്നവർ പലരും നമ്മളോടൊപ്പം സഹവസിച്ചവരൊക്കെ മൺമറഞ്ഞ് മണ്ണിന്റെ അടിയിലാണ്. നമ്മൾ 26 പുലരാനിരിക്കുന്ന റമദാനിൽ നാം ഓരോരുത്തരും ഉണ്ടാകുമോ എന്ന് ഓരോരുത്തരും കുറ്റാലോചിക്കേണ്ട ഒരു പുനർവിചിന്തനം നടത്തേണ്ട നിമിഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാളെ പാരത്രിക ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന ഈ നോമ്പുകൾ നിസ്സാരമല്ല. നമുക്ക് സ്വർഗപ്രാപ്തി, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു കാരണമാണ് നാം പിടിച്ചുവിടുന്ന ഓരോ നോമ്പുകളും. അതുപോലെ തന്നെ നാം പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് എത്ര പേര് വിശുദ്ധ ഖുർആനുമായി നാം ബന്ധം പുലർത്തിയെന്ന് ആലോചിക്കേണ്ട നിമിഷമാണ്. അപ്പൊ ചിലര് പറയും, ഉസ്താദേ നമ്മൾ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല, ഓതാനൊന്നും അറിയില്ല. സഹോദരങ്ങളെ, നല്ല നിയത്തോടുകൂടി വിശുദ്ധ ഖുർആൻ ഒതുവെടുത്ത് വിശുദ്ധ ഖുർആൻ വന്ന് ഒന്ന് മറിച്ച് നോക്കിയാൽ, ആ വിശുദ്ധ ഖുർആനിന്റെ ഓരോ താളുകളും മറിച്ച് നമ്മളുടെ കാഴ്ച, നമ്മളുടെ ദൃഷ്ടി അതിൽ പതിപ്പിച്ചാൽ, ഒരു ഹർഫിൽ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു നന്മ നൽകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അലിഫ് എന്ന് ഉച്ചരിച്ചാൽ അവന് 10 നന്മയെന്നും, ലാം എന്ന് ഉച്ചരിച്ചാൽ അവന് 10 നന്മയെന്നും, മീം എന്ന് ഉച്ചരിച്ചാൽ 10 നന്മ ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണ്. അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അവന് 30 നന്മ ലഭിച്ചു. ഇനി അത് ഓതാൻ അറിഞ്ഞൂടാത്ത ആള് ആ ഹർഫിലേക്ക് ഒന്ന് നോക്കിയിരുന്നാൽ, ആ വിശുദ്ധ ഖുർആനിന്റെ ആ പേജിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അവന് ഒരു നന്മയെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ
അപ്പൊ നാം മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, ഖുർആനോട് റമദാൻ വന്നിട്ട് പോലും ആ ഖുർആനെ കൈകൊണ്ടെടുത്ത് ഒന്ന് മറിച്ചു നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത നമ്മൾ എത്രത്തോളം ഖുർആനിന്റെ വാഹകരാണ് എന്ന് പറഞ്ഞിട്ട് ആ ഖുർആനിലൂടെ എത്രത്തോളം നിഷേധാത്മകമായ പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത്. സമയം കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് റമദാൻ തീരുന്നതിന് മുമ്പ് ആ വിശുദ്ധ ഖുർആൻ വീട്ടിലെങ്കിലും പള്ളിയിലോ വീട്ടിലോ നമ്മൾ എന്നിട്ട് ഖുർആൻ ഓതുവൊക്കെ എടുത്ത് പഠിച്ചവരെയൊക്കെ ആയ സമയത്ത് ഓതാൻ പഠിച്ച് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നല്ല നീയത്തോടു കൂടി നിങ്ങൾ ആ വിശുദ്ധ ഖുർആനിന്റെ ഓരോ പേജുകളൊന്നും മറിച്ച് നോക്ക് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖത്തം തീർത്ത കൂലി നിങ്ങൾക്ക് തരും, യാതൊരു സംശയവുമില്ല. കാരണം വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന പ്രതീക്ഷ പ്രത്യാക്ഷ എത്രയാണ്. ഒരുപാട് അറിവോ നിസ്താരമോ ഒന്നുമല്ല. ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന ഓരോ മനുഷ്യനും ചെയ്ത അണു നന്മയാണെങ്കിലും അവനോട് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, തെറ്റിപ്പരത്തി പറയാൻ കഴിയുന്നില്ല. എങ്കിൽ കൂടിയും നാളെ നമുക്ക് പാരത്രിക ജീവിതത്തിൽ ശഫാഅത്ത് വാങ്ങി തരുന്ന ഒരു ഹേതുവാണ്, ഒരു പ്രവർത്തനമാണ് നമ്മളുടെ ഓരോ നോമ്പുകളും. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നാളെ പാരത്രിക ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പുകളും വിശുദ്ധ ഖുർആനിന്റെ ഖത്തമുകളും അല്ലാഹുവിനോട് സംവദിക്കുമത്രേ. അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി സ്വർഗീയ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനോട് വാദിക്കുമത്രേ. നാം അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും നാളെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശനമായി തരാൻ അല്ലാഹുവിനോട് സംവദിക്കുന്നു. ഹദീസ് ഇങ്ങനെയാണ്, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പുകളും നിങ്ങൾ തീർക്കുന്ന ഓരോ ഖത്തമുകളും നാളെ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയായ മനുഷ്യന് വേണ്ടി അല്ലാഹുവിനോട് വാദിക്കുമത്രേ. നമ്മളുടെ ഓരോ നോമ്പും അത് ജീവനുള്ളതാണ്, അതിനൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് ആ നോമ്പ് എന്ന് പറയുന്നത് അതൊരു ആത്മീയ ചൈതന്യമായ ഒരു പ്രകാശമാണ്. നാളെ അല്ലാഹു തആല അതിന് ജീവൻ നൽകും. ആ ജീവൻ നൽകുന്ന ആ ഓരോ നോമ്പും അല്ലാഹുവിനോട് സംവദിക്കും, അല്ലാഹുവേ ഇവനെ നീ സ്വർഗ്ഗത്തിലേക്ക് കടത്തിക്കൊണ്ടു പോണം. നോമ്പ് അല്ലാഹുവിനോട് പറയുമത്രേ. എന്തെന്നറിയോ? അല്ലാഹുവിനോട് നോമ്പ് വാദിക്കും. യഖൂലു സിയാമു യഖൂലു സിയാമു. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ നോമ്പ് അല്ലാഹുവിനോട് പറയും, അയ്യ റബ്ബി ഇന്നി മനഅതുഹു തുആമ വശഹവാതി ബിന്നഹാരി. അല്ലാഹുവേ എന്നെ ഈ മനുഷ്യൻ വളരെ ആദരവോടുകൂടി എന്നെ ഈ നോമ്പ് പിടിച്ചു. മാത്രവുമല്ല നോമ്പ് കാരണമായിട്ട് അവന്റെ ശാരീരികമായ സർവ്വ ഇച്ഛകളും മാറ്റിവെച്ചു. അവന് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, അവന്റെ മുമ്പിൽ ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ഭക്ഷണം കഴിച്ചില്ല. അവൻ ഭാര്യയുമായുള്ള സംസർഗത്തിൽ നിന്നും വിട്ടുനിന്നു. അങ്ങനെ സർവ്വ ശാരീരികമായ ഇച്ഛകളിൽ നിന്നും വിട്ടുനിന്നു റബ്ബേ. അതുകൊണ്ട് തന്നെ ഇവന്റെ കാര്യത്തിൽ അല്ലാഹുവേ നിന്നോട് ഞാൻ ശുപാർശ ചെയ്യുന്നു റബ്ബേ, ഇവനെ നീ സ്വർഗ്ഗത്തിൽ കടത്തണം. നാം അനുഷ്ഠിച്ച നോമ്പുകൾ അത് നാളെ ജീവനുള്ളതായി അല്ലാഹുവോട് പ്രത്യക്ഷപ്പെടുത്തും. അവിടെ കൊണ്ടുവരും അക്ഷറയിൽ. എന്നിട്ട് ആ നോമ്പ് നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് വാദിക്കും, അല്ലാഹുവേ ഈ മനുഷ്യനെ, ഈ അബദ് നിന്റെ അടിമയായ ഈ മനുഷ്യനെ നീ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണമേ. അല്ലാഹുവേ അതിന് ഞാൻ സാക്ഷിയാണ്. ഇവൻ ഒരുപാട് പ്രയാസം അനുഭവിച്ചു, ഇവൻ ഒരുപാട് ത്യാഗം അനുഭവിച്ചു. അതുകൊണ്ട് റബ്ബേ ഇവന്റെ സ്വർഗ്ഗത്തിലേക്ക് കടത്തണമേ എന്ന് നോമ്പ് അല്ലാഹുവിനോട് വാദിക്കുമെന്ന്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം എത്രത്തോളം നമുക്ക് സ്വർഗീയ പ്രവേശനം ലഭിക്കാൻ കാരണമാണ് ഓരോ നോമ്പുകളും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വീണ്ടും അവിടെ നിന്ന് പറയുകയാണ്, യഖൂലുൽ ഖുർആൻ, നാം ഓതുന്ന വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ,
പാരായണം ചെയ്യാൻ അറിയില്ല എങ്കിലും ഒന്ന് മറിച്ച് നോക്കിയിട്ടുണ്ട് എങ്കിലും പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് ആ വിശുദ്ധമായ ഖുർആനെ നാം ഓരോ പേജുകളെങ്കിലും നിങ്ങൾ മറിച്ചു നോക്കിയാൽ ഈ ഖുർആൻ നാളെ അല്ലാഹുവിനോട് വാദിക്കുമത്രേ. ഖുർആൻ പറയുന്നതാണ്, ഐ റബ്ബി മനഅതുഹു, അല്ലാഹുവേ ഞാൻ ഇവനെ തടഞ്ഞു കേട്ടോ, അന്നൗമു ബില്ലൈലി, ഇവന്റെ ഉറക്കത്തിൽ നിന്നും രാത്രി, നിശയുടെ നിശബ്ദതയിൽ സുന്ദരമായ ഉറക്കം, ആ ഉറക്കം വെടിഞ്ഞിട്ട് അല്ലാഹുവേ ഈ ഖുർആനായ എന്നെ ഇവൻ മറിച്ചു നോക്കി റബ്ബേ എന്നെ പാരായണം ചെയ്തു, അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ അല്ലാഹുവേ ഇവനെ നീ സ്വർഗ്ഗത്തിലേക്ക് കടത്തണമെന്ന് നാം ഓതുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനോട് വാദിക്കുമത്രേ. അപ്പോഴോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ വാദിക്കുമ്പോൾ ആ മനുഷ്യന് വേണ്ടി നോമ്പും ഖുർആനും അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുമ്പോൾ ആ ശുപാർശ, ആ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഒന്നുകൂടെ അർത്ഥിക്കുന്നു, നാം ഖുർആനിന്റെ വാഹകരാണ്. ഖുർആനിന്റെ വാഹകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനോട് ഖുർആനോടൊരു ബാധ്യത നമുക്കുണ്ട്. ഓതാൻ കഴിയുന്നവർ ഖത്തം തീർക്കുക. ഇനി ഓതാൻ അറിയില്ല എങ്കിലും ആ വിശുദ്ധ ഖുർആനെ നിങ്ങൾ റമദാൻ തീരുന്നതിന് മുമ്പ് ആ ഖുർആൻ എടുത്ത് ഒന്ന് ഏകദേശം 300-ഓളം പേജുണ്ട്, ആ പേജ് ഒന്ന് മറിച്ച് നോക്കാനെങ്കിലും തയ്യാറാകണം സഹോദരങ്ങളെ, ബഹുമാനികളെ. അത് നമ്മുടെ ബാധ്യതയാണ്. റമദാൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മാസമാണ്. റമദാൻ എന്നതൊരു സാധാരണ മാസമാണ്. ആ റമദാന് പിന്നെ പ്രത്യേകത വരുന്നത് എന്താണ്? അതാണ് മുൻസിലൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഈ റമദാന് ശ്രേഷ്ഠത വരുന്നത്. റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് സാധാരണ ഒരു മാസമാണ്. ആ മാസത്തിന് പ്രത്യേകത വരുന്നത് എന്താണ് പ്രത്യേകത വരുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ജനിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത മാസം റബീഉൽ അവ്വൽ ആയതിന്റെ പേരിലാണ് ആ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത വരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു എന്താ റമദാന്റെ പ്രത്യേകത? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم اليسر ولتكملوا العدة وتكبروا الله على ما هداكم ولعلكم تشكرون. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്താണ്. എന്താ പറഞ്ഞത്? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് ഈ റമദാൻ മാസത്തിലാണ്. അപ്പൊ വിശുദ്ധ റമദാൻ മാസത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഹുദൻ ലിന്നാസ്, സർവ മനുഷ്യർക്കും സന്മാർഗമുണ്ട് എന്നാണ് ഖുർആൻ. അല്ലെ? വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളോട് പറയുന്ന കാര്യങ്ങളുണ്ട്, കാഫിറുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സർവ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മാനവിക ഗ്രന്ഥമാണ്. ഹുദൻ ലിന്നാസ്, സർവ മനുഷ്യർക്കും സന്മാർഗ ദർശനം നൽകുന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഈ റമദാൻ മാസത്തിലാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമാക്കിക്കൊണ്ട്, അഥവാ സത്യത്തെയും അസത്യത്തെയും കൃത്യമായി വിവച്ഛേദിച്ച് മനസ്സിലാക്കി തരികയാണ് വിശുദ്ധ ഖുർആൻ. ഒരു ജീവിത പദ്ധതിയാണ് ഖുർആൻ. കേവലം ഒരു വേദഗ്രന്ഥമല്ല,
മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ്. അവന്റെ ഉറക്കം എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സർവ മേഖലകളെയും വേണ്ടുന്ന മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അല്ലെ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകൻ ഉറങ്ങുന്നത് മുതൽ ഉറക്കം എണീക്കുന്നത് വരെയുള്ള ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പ്രവാചകൻ എങ്ങനെ എണീച്ചു, എങ്ങനെയാണ് ഉറക്കം എണീച്ചത്, എണീച്ചപ്പോൾ അവിടെ പ്രാർത്ഥിച്ചത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാത്റൂമിലേക്ക് പോയപ്പോൾ ഏത് കാലെടുത്ത് വെച്ച് കയറി, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏത് കാലെടുത്ത് വെച്ച് ഇറങ്ങി, അപ്പോൾ അവിടേക്ക് പ്രാർത്ഥിച്ചത് എന്താണ്? അങ്ങനെ ജീവിതത്തിന്റെ സർവ മേഖലകൾക്കും വേണ്ടുന്ന മാർഗദർശനം മൈക്കൽ എച്ച് ഹാർട്ട് തന്റെ ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി, ദി ഗ്രേറ്റസ്റ്റ് 100 എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 വ്യക്തിത്വങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും. അതിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, who was supremely successful on both the religious and the secular level. മതവും ഭൗതികതയും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശയം ലോകത്ത് പഠിപ്പിച്ച് വിജയിച്ച ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുപോലെ പറയാൻ ഒരുപാടുണ്ട്. അപ്പൊ ഹുദല്ലിന്നാ, സർവ മനുഷ്യർക്കും സന്മാർഗ ദർശനം നൽകുന്ന ഈ വിശുദ്ധ ഖുർആന്റെ വാഹകരായ നാം ഓരോരുത്തരും സഹോദരങ്ങളെ വിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ കൂടുതലായി ഖുർആനുമായി അടുക്കുവാനും പരിശുദ്ധ ദീനിന്റെ ദർശനങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തിക്കൊണ്ട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ദുആ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ ജുമ്മയ്ക്ക് നമ്മുടെ ബഹുമാന്യനായ ഉസ്താദിന്റെ ഭാര്യയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഭാര്യ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഉസ്താദിന്റെ അഭാവത്തിൽ ഈ വിനീതനെ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് വന്നതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, അതുപോലെ തന്നെ ഉസ്താദിന്റെ ഭാര്യ അല്ലാഹു നല്ല സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ 27-ാം രാവ് നമ്മൾ എല്ലാ പള്ളികളിലും നമുക്കറിയാം, 27-ാം രാവ് ഒരു പൊതു നേർച്ചയാണ്. ആ മഹലിലെ എല്ലാ അംഗങ്ങളുടെയും സഹായങ്ങൾ സഹകരണങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായി എല്ലാ മഹലിലും നല്ല നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ മഹല്ല് ഇൻഷാ അല്ലാഹ് വരുന്ന 27-ാം രാവിലെ ആ പൊതു നേർച്ചയ്ക്ക് നമുക്ക് ഒരുപാട് ദുആയ്ക്കൊക്കെ ശേഷം ഇവിടെ കൂടുന്നവർക്ക് ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്. വലിയ ഒരു സാമ്പത്തിക ചെലവാണ് അതിന് വേണ്ടത്. നമുക്ക് ഏകദേശം ഒരു 125-150 കിലോ അരി വേണ്ടി വരും. ഒരു 3 ചാക്ക് അരി വേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അതിലേക്ക് ആരാണ് ആ ഒരു 3 ചാക്ക് അരി ആരൊക്കെയാണെന്ന് പറയുന്നത് പറയും ഇൻഷാ അല്ലാഹ്. ആരൊക്കെയാണ്? കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞ ആൾക്കാരാണ്. വായിക്കുമോ? നസീറ അബ്ബാസ് പടിഞ്ഞാറ്റൽ 3000 രൂപ സംഭാവന. SH സലീം 1 ചാക്ക് അരി സംഭാവന. ബദറുദ്ദീൻ ഷുഹൈബ് മൻസിൽ 500 രൂപ സംഭാവന. നാസിം ഒറ്റത്തെങ്ങ് വിള 2000 രൂപ സംഭാവന. നസീർ പടിഞ്ഞാറ്റിൽ 2000 രൂപ സംഭാവന എന്ന് തന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളവർ പറഞ്ഞാൽ മതി. ഇത്രയും സംഭാവനകളാണ്. അപ്പോൾ അരി 1 ചാക്കായി. നമുക്ക് 2.5 ചാക്ക് നമുക്കൊരു 2.5 ചാക്ക് അരി വേണം ഇൻഷാ അല്ലാഹ്. പറയും 2000 രൂപ. അൽഹംദുലില്ലാഹ്. നമ്മുടെ അരിയാൻ സാർ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ നാട്ടിലൊക്കെ വരാനും എന്നെ ആദ്യമായിട്ട് ഈ നിയാദി മസ്ജിദ് തൊട്ടടുത്ത് എന്നെ ആദ്യമായി സാറാണ് അവിടെ കൊണ്ടുവരുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 2000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു എല്ലാവിധ ബറക്കത്തും നൽകട്ടെ. മരണപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും പറയുക? പെട്ടെന്ന് പറയും. 1000 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ഇരു ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. 1000 രൂപ. പേര് സുധീർ. 1000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എത്രയും
ആയിരം പേര് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ പൂർണ്ണമായ അള്ളാഹു അദ്ദേഹത്തിന്റെ നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ഏത് ഉദ്ദേശത്തെ കരുതിക്കൊണ്ടാണ് ആ സ്വതക്ക നൽകിയത് നീ അള്ളാഹുവെ സ്വീകരിക്കണമേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണമെന്ന് 1000 രൂപ ഹാജി യു പി നസീർ സാജു ഹാജി. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതക്കയെ സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ഈ ലോകത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഖൈറിന്റെ വാതായനങ്ങളും തുറന്നു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും പെട്ടെന്ന് പറയും. സമയം 500 രൂപ നമ്മുടെ സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരു ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. 1000 രൂപ നമ്മുടെ ഹാജിയെ സ്ഥാപിത്താക്കാൻ 500 രൂപ നമ്മുടെ ഹാജിയായ അൽഹംദുലില്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരു ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഖൈറായ എല്ലാവിധ മാർഗങ്ങളും വാതായനങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നേരങ്ങളുടെ പറയാം. ഷൗക്കത്ത് സാഹിബ് 1000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇരു ലോകത്തും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നിഹാസ് സാഹിബ് 1000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരു ലോകങ്ങളിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷാഫി ബഷീർ 500 രൂപ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരു ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഷാജഹാൻ സാഹിബ് 1000 രൂപ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരു ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അജ്മൽ ഭായ് 1000 രൂപ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഇനി ആരും പറയുന്നത് യൂസുഫ് 500 രൂപ. യൂസഫ് സാഹിബ് 500 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു